അതുകൊണ്ട് നിസ്കാരം അള്ളാഹ്ക്ക് കൊടുക്കുന്ന നന്ദിയാണ്. ഇത് നമ്മളും മക്കളും മനസ്സിലാക്കണം. എന്തിനു നിസ്കാരം ഒരു ഭാരം. നിസ്കരിക്കുന്നില്ലേ, കുറച്ച് ചെയ്യട്ടമ്മ, നിസ്കരിക്കണ്ടേ ഉമ്മ, ഈ പണി എന്റെ ഹോംവർക്ക് തീരട്ടെ, നിസ്കരിക്കുന്നില്ലേ മോളെ ഉമ്മ എന്റെ അതൊന്ന് കഴിയട്ടെ, ഉമ്മ ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ. എന്തിനിത് നീട്ടിക്കൊണ്ടുപോകണം? അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ചിന്തയുള്ളവർ അത് വേഗം തീർക്കും ചെയ്യും. നേരെ മറിച്ച് ഇത് ഞാൻ എന്റെ അള്ളാഹുവിനോട് നന്ദി പറയാൻ, താങ്ക് യു അല്ലാഹ് ഫോർ എവറിത്തിങ് യു ഹാവ് ഗിവൺ മീ. ഇതെന്റെ റബ്ബിനോട് ഞാൻ പറയുന്ന എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്റെ റബ്ബിനോട് ഞാൻ കാണിക്കുന്ന എന്റെ നന്ദിയാണ്. എന്തിന്? എനിക്ക് തന്നതിന് മുഴുവനും. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കട്ടെ. ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ എഴുന്നേൽക്കും, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാലും എഴുന്നേൽക്കും, പിന്നെ തടയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അതാണ് നിസ്കാരത്തിന്റെ ഒരു മാധുര്യം. അതാണ് നിസ്കാരത്തിന്റെ മാധുര്യം. അതിന്റെ മധുരമറിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ പൊട്ടിക്കരയും ഒരു മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധത്തിൽ ഖുറൈശികൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. അന്ന് 4 നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെന്ന ഒരു ചരിത്രപ്രകാരം. അസ്ർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രബലമായ അഭിപ്രായമാണ്. 4 നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അവർ 4 നിസ്കാരവും മഗ്രിബ് കഴിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ തർത്തീബ് പ്രകാരമാണ് നിസ്കരിച്ചത്. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അതിന്റെ തർത്തീബ്, ആദ്യം ഫജ്ർ, പിന്നെ ളുഹർ, പിന്നെ അസ്ർ, പിന്നെ മഗ്രിബ്, ഇശ, അങ്ങനെ നിസ്കരിക്കണം എന്ന് തെളിവുദ്ധരിക്കുവാൻ ഖന്തഖിലെ സംഭവം ഫുഖഹാക്കൾ ഉദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് നിസ്കാരം അള്ളാഹ്ക്ക് കൊടുക്കുന്ന നന്ദിയാണ്. ഇത് നമ്മളും മക്കളും മനസ്സിലാക്കണം. എന്തിനു നിസ്കാരം ഒരു ഭാരം. നിസ്കരിക്കുന്നില്ലേ, കുറച്ച് ചെയ്യട്ടമ്മ, നിസ്കരിക്കണ്ടേ ഉമ്മ, ഈ പണി എന്റെ ഹോംവർക്ക് തീരട്ടെ, നിസ്കരിക്കുന്നില്ലേ മോളെ ഉമ്മ എന്റെ അതൊന്ന് കഴിയട്ടെ, ഉമ്മ ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ. എന്തിനിത് നീട്ടിക്കൊണ്ടുപോകണം? അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ചിന്തയുള്ളവർ അത് വേഗം തീർക്കും ചെയ്യും. നേരെ മറിച്ച് ഇത് ഞാൻ എന്റെ അള്ളാഹുവിനോട് നന്ദി പറയാൻ, താങ്ക് യു അല്ലാഹ് ഫോർ എവറിത്തിങ് യു ഹാവ് ഗിവൺ മീ. ഇതെന്റെ റബ്ബിനോട് ഞാൻ പറയുന്ന എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്റെ റബ്ബിനോട് ഞാൻ കാണിക്കുന്ന എന്റെ നന്ദിയാണ്. എന്തിന്? എനിക്ക് തന്നതിന് മുഴുവനും. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കട്ടെ. ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ എഴുന്നേൽക്കും, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാലും എഴുന്നേൽക്കും, പിന്നെ തടയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അതാണ് നിസ്കാരത്തിന്റെ ഒരു മാധുര്യം. അതാണ് നിസ്കാരത്തിന്റെ മാധുര്യം. അതിന്റെ മധുരമറിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ പൊട്ടിക്കരയും ഒരു മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധത്തിൽ ഖുറൈശികൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. അന്ന് 4 നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെന്ന ഒരു ചരിത്രപ്രകാരം. അസ്ർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രബലമായ അഭിപ്രായമാണ്. 4 നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അവർ 4 നിസ്കാരവും മഗ്രിബ് കഴിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആ തർത്തീബ് പ്രകാരമാണ് നിസ്കരിച്ചത്. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അതിന്റെ തർത്തീബ്, ആദ്യം ഫജ്ർ, പിന്നെ ളുഹർ, പിന്നെ അസ്ർ, പിന്നെ മഗ്രിബ്, ഇശ, അങ്ങനെ നിസ്കരിക്കണം എന്ന് തെളിവുദ്ധരിക്കുവാൻ ഖന്തഖിലെ സംഭവം ഫുഖഹാക്കൾ ഉദ്ധരിക്കാറുണ്ട്.